Hello my dear champions, എല്ലാവർക്കും വേദാന്തുന്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്, എനർജി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ എനർജി അല്ല, എനർജി അലോങ് വിത്ത് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ദാറ്റ് മീൻസ് എൻജോയ്മെന്റ്. ആ പ്രിപ്പറേഷൻ ജേർണി നിങ്ങൾ എൻജോയ് ചെയ്യണം മൈ ഡിയർ സ്റ്റുഡൻസ്. അത് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു മോട്ടിവേഷൻ വേണം. അത് മോട്ടിവേഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലല്ല എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഞാൻ എന്നും പറയുന്ന പോലെ ഇന്നും പറയുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ കീപ് സേയിങ് ദിസ് ടിൽ ദിസ് ഗെറ്റ്സ് ഇൻ ടു യുവർ ഹെഡ്. ആ ഒരു ലക്ഷ്യബോധം എന്തായാലും വേണം മൈ ഡിയർ സ്റ്റുഡൻസ് പ്രിപ്പറേഷൻ ഇരിക്കുമ്പോൾ. ആ ലക്ഷ്യബോധം എന്തായാലും വേണം മൈ ഡിയർ സ്റ്റുഡൻസ് പ്രിപ്പറേഷൻ ഇരിക്കുമ്പോൾ. ഓക്കെ, it's not an advice, it's just a request from my side. Okay, so എല്ലാ മക്കൾക്കും വേദാന്തുന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം മൈ ഡിയർ ചാമ്പ്യൻസ്. പുതിയ മക്കൾക്കായിട്ട്, എനിക്കറിയാം കുറച്ച് പേരെങ്കിലും പുതിയതായിട്ട് ഉണ്ടാവും മൈ ഡിയർ സ്റ്റുഡൻസ്. പുതിയ മക്കൾക്കായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. കുറെ പേര് ബോറടിച്ചാണ്, സാറിന്റെ പേരും നാളും ജാതകവും ഒക്കെ എനിക്കറിയാം, സാർ ഇനി പറയാൻ നിൽക്കൊന്നും വേണ്ട. എന്നാലും പുതിയ മക്കൾക്കായിട്ട് ഞാൻ പറയുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. എന്റെ പേര് സുദർശൻ. പഠിച്ചതൊക്കെ കൊച്ചിയിലാണ്, ആലുവയിലാണ് വീട് മൈ ഡിയർ സ്റ്റുഡൻസ്. അതൊക്കെ സ്കൂളിംഗ് ആയിരുന്നു. കോളേജ് ബിച്ച് പിലാനി, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജായ ബിച്ച് പിലാനി. ഈ എല്ലാ ക്ലാസ്സിലും ഇന്ത്യയിലെ നമ്പർ 1 പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരാനാണ് കേട്ടോ. അതായത് ഇന്ത്യയിലെ നമ്പർ 1 കോളേജ്, ഏറ്റവും നല്ലൊരു കോളേജിൽ എത്തിപ്പെടാൻ നിങ്ങൾക്കും ഒരു ചിന്ത ഉണ്ടാവണം. അത് എന്റെ ജീവിതം മാറ്റിമറിച്ചല്ല, നിങ്ങളുടെ ജീവിതവും മാറ്റിമറിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഒരു സാധാ കോളേജിൽ പഠിക്കണേന്ന് നല്ലത് എന്തുകൊണ്ടും 100 മടങ്ങ് നല്ലതാണ് ഒരു ടു സ്റ്റഡി ഇൻ ഇന്ത്യസ് ഫൈനസ്റ്റ് കോളേജ് മൈ ഡിയർ സ്റ്റുഡൻസ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് പ്രിപ്പറേഷൻ ഇരിക്കുക. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കണ്ടേ, നമുക്ക് കബഡി കളി തുടങ്ങണ്ടേ. ഇന്നത്തെ കബഡി കളി എന്താണ്? നമ്മൾ ഓൾമോസ്റ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഓൾമോസ്റ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിന്റെ. കാണാത്തവർ കാണുക. കഴിഞ്ഞ വീഡിയോസ് കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. അത് എന്റെ മാത്രമല്ല, അപ്പുറത്ത് ഹെമിൻ സാറിന്റെ ഉണ്ട്, ജോയൽ മാഡത്തിന്റെയും ശ്രുതി മാഡത്തിന്റെയും ആഷിമ മാഡത്തിന്റെയും ബയോളജി ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതൊക്കെ കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. പിന്നെ ഫിസിക്സ് ചോദിക്കുന്നവർ ഫിസിക്സും വരുന്നതായിരിക്കും, ഉടനെ തന്നെ വരും, ഒരു മാലപ്പടക്കം പോലെ. സോ വെയിറ്റ് ഫോർ ഇറ്റ്. നമുക്കപ്പോ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് എന്താണ് നമ്മൾ മൈ ഡിയർ സ്റ്റുഡൻസ് ഡീൽ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഇഫക്റ്റ് ഓഫ് പ്രഷർ എങ്ങനെ വാണ്ടർ വാൾസ് ഇക്വേഷനെ മാറ്റിമറിക്കുന്നു, അല്ലെങ്കിൽ പ്രഷർ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വാണ്ടർ വാൾസ് ഇക്വേഷന് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഈ വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്താണ് സാറേ? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ. അപ്പൊ അത് അറിയാത്തവർ ദയവായി കഴിഞ്ഞ ക്ലാസ് കാണാൻ മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. അത് കാണുക, അതിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഓക്കെ, നമുക്കപ്പോ കാര്യത്തിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പണി തരാൻ പോവാണ്. 8ന്റെ പണിയൊന്നുമല്ല, ചെറിയൊരു പണി. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫൈനൊന്നും അടയ്ക്കാൻ പോകുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ബിക്കോസ് വി ain't ഫ്രണ്ട്സ്, വി ഫാമിലി അല്ലെ. നമ്മളൊരു കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിലെ വളർച്ച നമ്മൾ തന്നെ നോക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ വാണ്ടർ വാൾസ് ഇക്വേഷൻ. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്. നമ്മൾ വാണ്ടർ വാൾസ് ഇക്വേഷൻ എടുക്കുമ്പോൾ Vander Waals equation എന്താണ് my dear students? Vander Waals equation says that for an ideal gas there are certain corrections that we did. ആ Vander Waals equation കൊണ്ട് certain corrections നമ്മൾ കൊണ്ടുവന്നു അല്ലെ. പ്രഷറിലും വോള്യത്തിലും കുറച്ച് corrections നമ്മൾ കൊണ്ടുവന്നു അല്ലെ. എന്തൊക്കെയാണ് ആ corrections my dear students? എന്തൊക്കെയായിരുന്നു ആ corrections? Basically the equation says that pressure plus an square by v square, pressure plus an square by v square into v minus nb is equal to nRT my dear students. Yes or no? ഇതായിരുന്നു വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഇതില് A എന്താണ് my dear students? A represents IMFOA എന്ന് പറയുമ്പോൾ intermolecular മറ്റേ ഏതുകൊണ്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ പേരൊക്കെ പറഞ്ഞ പോലെയാണ്. ഇറ്റ്സ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്. We know that
If A increases, that means intermolecular force of attraction increases. അതായത് ഒരു ഗ്യാസിന്റെ എ വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു ഗ്യാസിന്റെ എ വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. രണ്ട് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ the gas which has more A value has more intermolecular force of attraction. Okay, രണ്ട് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ the gas which has more A value has more intermolecular force of attraction. ഗ്യാസ് 1 ഗ്യാസ് 2 എടുത്തു. ഗ്യാസ് 1 A value more ആണെങ്കിൽ ഇതിന്റെ intermolecular force of attraction more ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ B എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? B represents the size. Yes or no, my dear students? If B is more, size is more, my dear champion. Size increases. B യുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇറ്റ്സ് 4 into 4/3 pi r cube into Avogadro number into Na. ഞാൻ ഡിറൈവ് ചെയ്തിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ മൊത്തം ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു, അത് എക്സ്പ്ലെയിനും ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. കാണാത്തവർ കാണുക. Okay, yes or no? So A represents intermolecular force of attraction, B represents size, my dear students. Both of them put together are called as Vander Waals constants of a gas. ഒരു ഗ്യാസിന്റെ Vander Waals constants ആണ് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം. Okay, my dear students. Yes or no? ഇത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു സംഭവം പഠിച്ചിരുന്നു. Compressibility factor. Remember, my dear students, compressibility factor is what? Real volume of a gas divided by ideal volume. Real volume divided by ideal volume ആണ് compressibility factor, which can also be written as PV real by nRT, my dear champions. അല്ലെ, PV by nRT എന്ന് എഴുതാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് കൂടാതെ നമ്മൾ ഇതിന്റെ ഗ്രാഫിനെയും പഠിച്ചിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. വി ഹാഡ് ഓൾസോ ലേൺഡ് അബൌട്ട് ദ ഗ്രാഫ്. ഈ ഗ്രാഫ് എങ്ങനെ വരും മൈ ഡിയർ സ്റ്റുഡൻസ്? Z വേഴ്സസ് പ്രഷർ ഗ്രാഫ് എങ്ങനെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഫോർ ഡിഫറെന്റ് ഗ്യാസസ്. ഇത് ഡിഫറെന്റ് ഗ്യാസസിന് നമ്മൾ പഠിച്ചിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. അല്ലെ, അതിൽ രണ്ട് ഗ്യാസിന്റെ ഗ്രാഫ് ആണെങ്കിൽ വളരെ സ്പെഷ്യലുമാണ്. ഏതൊക്കെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ആ സ്പെഷ്യൽ ഗ്യാസസ് ഏതൊക്കെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഞാൻ പറഞ്ഞിരുന്നു ഹൈഡ്രജന്റെ ഗ്രാഫും ഹീലിയത്തിന്റെ ഗ്രാഫിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ബാക്കി എല്ലാ ഗ്രാഫും ഒന്ന് താഴത്തോട്ട് വന്നിട്ടേ മേളിലോട്ട് പോകുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനിത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് എടുക്കാന്ന് വിചാരിക്കുക, ഇത് നൈട്രജന്റെ ഗ്രാഫ് ആയിട്ട് എടുക്കാന്ന് വിചാരിക്കുക. ഇവന്മാരെല്ലാം ഒന്ന് താഴത്തോട്ട് വന്നിട്ടേ മേളിലോട്ട് വരുള്ളൂ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ? നമുക്കറിയാം ഈ റീജിയൻ is where Z is lesser than 1. Z is lesser than 1 എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ റീസൺ? എന്താണ്? attractions dominate, attractive forces dominate. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. attractive forces dominate. ഈ റീജിയൻ എന്താണ് my dear students? Z is greater than 1. repulsions dominate. Repulsive forces dominate. Yes or no, my dear students? Yes or no? പിന്നെ ഈ വാല്യൂ എന്താണ്? when Z is equal to 1. ഈ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് this line over here is Z is equal to 1. അവിടെ the real gas meets ideal gas behavior. ഞാൻ ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാം my dear students. when at extremely low pressure, ഈ പ്രഷർ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഗ്രാഫ് എല്ലാം മീറ്റ്സ് Z is equal to 1. Z value is equal to 1 at extremely low pressure. പിന്നെ പ്രഷർ ഒന്ന് കൂട്ടുമ്പോൾ എന്ത് പറ്റും? മിക്ക ഗ്യാസസിന്റെയും Z വാല്യൂ 1ന് താഴ്ത്തു പോകും. ഹൈഡ്രജന്റെയും ഹീലിയന്റെയും കേസ് സ്പെഷ്യൽ കേസാണ്, ഞാൻ അവന്മാരെ പിടിക്കാം. അപ്പൊ പറഞ്ഞുതരാം. ബാക്കി എല്ലാം ഒന്ന് താഴ്ത്തോട്ട് പോകും. എന്തുകൊണ്ടാ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അട്രാക്ഷൻസ് കൂടുമ്പോൾ Z വാല്യൂ കുറയും. അല്ലെ, ഐഡിയൽ ഗ്യാസിനെ വെച്ച് നോക്കുമ്പോൾ Z വാല്യൂ കുറയും. അപ്പൊ അത് താഴത്തോട്ട് വന്നു. പിന്നെ ഇവിടം വെച്ച് റിപ്പൾസീവ് ഫോഴ്സസ് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പോയിന്റിൽ വെച്ച് റിപ്പൾസീവ് ഫോഴ്സസ് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ Z വാല്യൂ കുറച്ച് കൂടാൻ തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ, ഈ പോയിന്റ്സ് എത്തുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സും അട്രാക്റ്റീവ് ഫോഴ്സും ഈക്വൽ ആണ്. They get cancelled off. Total forces cancelled off. That is why Z value is 1 over here. The total forces are cancelling off. അതായത് intermolecular forces ഇല്ല. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇല്ലെങ്കിൽ അത് ഐഡിയൽ ഗ്യാസ് ആണ്.
ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ Z is equal to 1 ആണ്. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ, പ്രഷർ വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ, അവന്മാര് വീണ്ടും അടുത്തെത്തുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സസ് ഡോമിനേറ്റ്. അപ്പൊ ഇവന്മാര് മേളിലേക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തതാണ്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദയവ് ചെയ്ത് കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇനി മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് പഠിക്കാം. വി വിൽ ട്രൈ ടു ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നൊക്കെ പറയില്ലേ, സലീംഖാന്റെ ഡയലോഗ് ഇല്ലേ, നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇവനെയും ലിങ്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. Is there any way to connect this with this? ഇതിൽ നിന്ന് കിട്ടിയ ഇൻഫറൻസും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നത് നമുക്ക് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. എവരിവൺ ലുക്ക് ഓവർ ഹിയർ. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു പോയിന്റിന്, എവരിവൺ ലുക്ക് ഓവർ ഹിയർ, അതിനു മുമ്പ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റിനെ ഞാൻ എക്സ്ട്രീംലി ലോ പ്രഷർ റീജിയൻ എന്ന് വിളിക്കുന്നു. എക്സ്ട്രീംലി ലോ പ്രഷർ റീജിയൻ, എക്സ്ട്രീംലി ലോ പ്രഷർ റീജിയൻ, എക്സ്ട്രീംലി ലോ പ്രഷർ റീജിയൻ, അല്ലെങ്കിൽ വെരി വെരി ലോ പ്രഷർ റീജിയൻ, അല്ലെങ്കിൽ വെരി ലോ പ്രഷർ റീജിയൻ, വെരി ലോ പ്രഷർ റീജിയൻ, അതായത് എക്സ്ട്രീംലി ലോ. പിന്നെ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്, പിന്നെ ഞാൻ ഈ ഒരു റീജിയന്, അതായത് ഞാനിപ്പോ ഈ ഒരു റീജിയൻ ഇല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്, അതായത് ഈ ഒരു റീജിയന് അതായത് ഇങ്ങനെ വരുന്ന ഈ ഒരു കേർവ് വരുന്ന റീജിയന്, ദാറ്റ് മീൻസ് വേർ Z is lesser than 1. ഓക്കെ, ഈ Z is lesser than 1 എന്ന് പറഞ്ഞ റീജിയനെ മൈ ഡിയർ സ്റ്റുഡൻസ്, ദാറ്റ് റീജിയൻ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു റീജിയനെ ഞാൻ ലോ ടു മോഡറേറ്റ് പ്രഷർ റീജിയൻ, എന്ന് വിളിക്കുന്നു. ലോ ടു മോഡറേറ്റ് പ്രഷർ റീജിയൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് സാറിന് വേറെ പണിയൊന്നുമില്ല, എന്തിനാ സാറേ അതിനെ അങ്ങനെയൊക്കെ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. പിന്നെ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു റീജിയന്, ദിസ് റീജിയൻ ഓവർ ഹിയർ, ഈ ഒരു റീജിയനെ മൈ ഡിയർ സ്റ്റുഡൻസ് ഞാൻ എന്ത് വിളിക്കും? ഹൈ പ്രഷർ റീജിയൻ എന്ന് വിളിക്കുന്നു. ഹൈ പ്രഷർ റീജിയൻ. അപ്പൊ 3 രീതിയിൽ ഇതിനെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഈ CO2ന്റെ ഗ്രാഫിന് മാത്രമേ ഉള്ളൂ? അങ്ങനെ അല്ല, അതിപ്പോ എല്ലാത്തിന്റെ റീജിയനും നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാലോ. അതായത് ഏറ്റവും എക്സ്ട്രീം എൻഡില് എക്സ്ട്രീംലി ലോ പ്രഷർ റീജിയൻ. ഇപ്പൊ നൈട്രജന്റെ കേസിലായാലും ഇവിടെ എക്സ്ട്രീംലി ലോ പ്രഷർ, പിന്നെ ഇത്രയും ഭാഗം വരുന്നത് where Z is lesser than 1, low to moderate region, and after that where Z is greater than 1, that is high pressure region. Yes or no? അപ്പൊ നമുക്ക് ഇങ്ങനെയും വെക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഞാൻ ഈ നടത്തിയ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് എക്സ്ട്രീംലി ലോ പ്രഷർ റീജിയനിൽ Z is equal to 1 മൈ ഡിയർ ചാമ്പ്യൻസ്. Yes or no? ഞാൻ വെറുതെ കൂടുതൽ ഇങ്കൊക്കെ ഉപയോഗിച്ചു, വെറുതെ കൂടുതൽ കളറൊക്കെ ഉപയോഗിച്ച് പണി മേടിച്ചു. ഇപ്പൊ എല്ലാ സമയത്തും മാറ്റേണ്ടി വരും. ഇവിടെ നമുക്ക് Z is lesser than 1 എന്ന് വെക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. എന്ന് വെക്കുകയല്ല, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്താണ് അല്ലെ. പിന്നെയുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് Z is greater than 1. ഇവിടെ നമുക്ക് വരുന്നത് Z is greater than 1. അതായത് ഹൈ പ്രഷർ റീജിയനിൽ Z is greater than 1, ലോ ടു മോഡറേറ്റ് പ്രഷർ റീജിയനിൽ Z is lesser than 1, എക്സ്ട്രീംലി ലോ പ്രഷർ റീജിയനിൽ Z is equal to 1. ഇത് മൂന്നും നമുക്ക് വാണ്ടർ വാൾസ് ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ കണക്ഷൻ കിട്ടിയില്ലേ? ആ ലിങ്ക് ഓഫ് ദ ലിങ്ക് കിട്ടിയില്ലേ? ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇത് ഓൾറെഡി നമുക്കറിയാം. ഇനി ഇവന്മാരായിട്ട്, അതായത് ഇവനായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. കണ്ടോളൂ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക. കേസ് 1 എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ആ ഗ്രാഫ് ഒന്നും കൂടി ഇവിടേക്ക് വരയ്ക്കാം. എനിക്കൊരു മടിയില്ല ആ ഗ്രാഫ് ഒന്നും കൂടി വരയ്ക്കാനായിട്ട്. കേസ് 1 എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവർക്കും അറിയാം. കേസ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീംലി ലോ പ്രഷർ. കേസ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീംലി ലോ പ്രഷർ, അതായത് ഈ റീജിയൻ അല്ലെ.
അതായത് ഈ റീജിയൻ ദിവനെ വെച്ചാണ് നമ്മളിപ്പോ കളിക്കാൻ പോകുന്നത്. ദിസ് ഇസ് Z, ഇവിടെ Z is equal to 1. ഈ ഒരു റീജിയൻ ആണ് എക്സ്ട്രീംലി ലോ പ്രഷർ. Yes or no, my dear students? ഇനി അത് നമ്മൾ വാണ്ടർ വാൾസ് ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പോവാണ്. At extremely low pressure we know the result. What is the result, my dear students? We know that Z is equal to 1 at this point at extremely low pressure. Yes or no? അത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. എല്ലാവരും നോക്കുക, നമുക്ക് we know that P plus AN square by V square into V minus NB is equal to nRT. അല്ലേ my dear students? ഇതാണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ. At extremely low pressure, look at very low pressure. അതായത് ഇതൊരു വിയേർഡ് ആയിട്ട് ഇതുപോലെ ഉണ്ട്. At very low pressure, low pressure ആണ്, പക്ഷെ extremely low, അതായത് very low pressure region. വെരി ലോ പ്രഷർ റീജിയനിൽ ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ ക്ലാസ്സിൽ, അത്രയും പ്രഷർ ലോ ആവുമ്പോൾ ഈ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതിന്റെ വോള്യൂം ആക്ച്വലി വളരെ വലിപ്പം ഉണ്ടാവും മൈ ഡിയർ സ്റ്റുഡൻസ്. അതിന്റെ വോള്യൂം വളരെ വലുതായിരിക്കും, അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പ്ലോട്ട് ചെയ്യുന്നത് ഒരൊറ്റൊരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുന്നത്. വി ആർ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഓവർ ദർ. നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫും വി ആർ ആക്ച്വലി കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഫോർ ഓൾ ദീസ് എന്നിട്ടാണ് ഈ ഗ്രാഫ്സ് പ്ലോട്ട് ചെയ്യുന്നത്. Yes or no, my dear students? ഒരൊറ്റൊരു ടെമ്പറേച്ചറിലാണ് ഈ എല്ലാ ഗ്രാഫും. Only thing is that the gases are different. That is why the shapes are slightly different. Okay? അപ്പൊ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി ലോ വോള്യൂം എടുത്താൽ, എക്സ്ട്രീംലി ലോ പ്രഷർ എടുക്കുകയാണെങ്കിൽ, ഡോണ്ട് യു തിങ്ക് ദ വോള്യൂം വിൽ ബി വെരി ഹൈ? അങ്ങനെ വോള്യൂം വളരെ വലുതാണെങ്കിൽ can I say that എല്ലാവരും നോക്കുക, V minus NB is approximately equal to V. Yes or no, my dear students? Wait a minute. V minus NB. Can I say that V minus NB is approximately equal to V? എന്തുകൊണ്ടാണ്? കാര്യം വോള്യൂം വളരെ വലുതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. വോള്യൂം വളരെ വലുതാണെങ്കിൽ ഈ V minus NB എന്നുള്ള ടേം is approximately equal to V. അതായത് നമ്മൾ നോക്കുക, if you take something like this, ഇത്രയും വലിയൊരു നമ്പറിൽ നിന്ന് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി കുറയ്ക്കാന്ന് വിചാരിക്കാം. Can I say that ഇതിപ്പോ എത്രയാണ്? 1 2 3 4 5 6 7 8 9, ഇത് 10 കോടി ഉണ്ട്. 10 കോടിയിൽ നിന്ന് 0.01 കുറയ്ക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല, 10 കോടിയെന്ന് തന്നെ പറയാല്ലേ. അതേപോലെ തന്നെ വലിയൊരു വോള്യൂം ഉണ്ട്, അതിൽ നിന്ന് ചെറിയൊരു നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ it can be equated to V itself. And also, my dear students, we can say that AN square by V square is approximately equal to 0. My dear students. അതെന്തുകൊണ്ടാണ് സാറേ? Again, volume is very big. വോള്യൂം വളരെ വലുതായതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ വളരെ വലുതാണ്. അപ്പൊ ഈ ഒരു എൻറ്റയർ ടേം ക്യാൻസൽ ആക്കാൻ പറ്റും, അല്ലെ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇറ്റ്സ് വെരി സ്മോൾ മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഈ പിയുടെ മുമ്പിൽ ഇവനൊന്നുമല്ല, ഈ പിയിൽ ഈ പ്രഷറിന് മുമ്പിൽ ഇവനൊന്നുമല്ല, പിന്നെ ഈ വോള്യത്തിന് മുമ്പിൽ ഇവനും ഒന്നുമല്ല. Got it, my dear students? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, my dear students? We can cancel out these terms. N square A by V square പോവും, NB പോവും, my dear students. Yes or no? P plus AN square by V square into V minus NB equal to nRT. ഈ ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ഇത് വളരെ ചെറിയൊരു ടേം ആണ്, അവനെ നമുക്ക് എടുത്തു കളയാം. ഇതും വളരെ ചെറിയ ടേം ആണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ at extremely low pressure. അപ്പൊ ഇവന്മാരെ എടുത്ത് കളയുമ്പോൾ നമുക്ക് എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? നമുക്കൊന്നും പറ്റില്ല. ആ ഇക്വേഷൻ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതും പോകുമ്പോൾ we get PV equal to nRT. PV equal to nRT ആണെങ്കിൽ if I am dividing LHS and RHS by nRT, I divide LHS and RHS by nRT. This divided by nRT and this divided by nRT, my dear students. So PV by nRT is equal to 1. What is PV by nRT? PV by nRT is equal to Z. So basically, ideal gas
equation is followed over here. അല്ലെങ്കിൽ z is equal to 1 എന്ന് വെച്ചാൽ z is equal to 1 എന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ തേടി വന്നത് my dear students. That is what we were searching for. ഈ extremely low pressure z is equal to 1 my dear champions. Yes or no? കിട്ടിയില്ലേ? പുരിയുതാ? സന്തോഷമായോ? കിട്ടി, അവനെ കിട്ടി, നമുക്ക് സാധനം കിട്ടി. Got it? Yes or no my dear students? ഇനി നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോവാം. At low to moderate pressure. എന്താണ് my dear students? At low to moderate pressure എന്താണ് നമുക്ക് നോക്കാം. At low to moderate pressure എന്താണ് my dear students? അതായത് ഇങ്ങനെ ഗ്രാഫ് എടുത്തു, z വാല്യൂ ഉണ്ട്, p എടുത്തു, നമ്മൾ ഇതാ z is equal to 1 മാർക്ക് ചെയ്തു, z is equal to 1 മാർക്ക് ചെയ്തു, ഇവനത് ഇങ്ങനെ അരിവാള് പോലെ വരച്ചു. ലോ ടു മോഡറേറ്റ് പ്രഷർ റീജിയൻ ഏതാണ്? my dear students? ഈ ഒരു റീജിയൻ z is lesser than 1 റീജിയൻ. ഓക്കെ, അത് ഞാൻ അവിടെ കൊണ്ട് മാർക്ക് ചെയ്യാണ്. എന്തിനാ സാറേ മാർക്ക് ചെയ്യുന്നത്? സാറിന് വേറെ പണിയൊന്നുമില്ല, അത് തന്നെ അല്ലെ. That's this region over here, this region over here. Got it? This entire region over here. Got it? അപ്പൊ ഞാൻ അതാണ് low to moderate. ഈ ഒരു റീജിയൻ ആണ് low to moderate region. And you know that in this region z, ഈ ഒരു റീജിയനിലെ z ന്റെ വാല്യൂ എന്താണ് my dear students? എനിക്കൊന്നും അത്രയ്ക്ക് ക്ലിയർ അല്ല അല്ലേ? ഇങ്ക് അത്രയ്ക്ക് ക്ലിയർ അല്ല, ഞാൻ വേറൊരു ഇങ്ക് യൂസ് ചെയ്യാം. ഈ ഒരു റീജിയനില് z ന്റെ വാല്യൂ എത്രയാണ് my dear students? z is lesser than 1. ഓക്കെ, മറ്റേ റീജിയനിൽ എത്രയായിരുന്നു? z is equal to 1 my dear students. ഈ ഒരു റീജിയനില് z is lesser than 1 അല്ലേ? z is lesser than 1. ഈ ഒരു റീജിയനില് z is lesser than 1 my dear students. ഈ ഒരു റീജിയനില് z is lesser than 1 അല്ലേ? ഈ ഒരു റീജിയനില് z is lesser than 1 my dear champions. ഇനി അത് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? മറ്റേ നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് നോക്കാം. At low pressure to moderate pressure, സയന്റിസ്റ്റ് എക്സ്പെരിമെന്റ്സ് ചെയ്തു. ഡിഫറെന്റ് ഗ്യാസസ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അവർ കണ്ടെത്തി NB വാല്യൂ സ്റ്റിൽ വെരി ലെസ് കമ്പയർഡ് ടു വോള്യൂം. കാര്യം ലോ ടു മോഡറേറ്റ് പ്രഷറിൽ സ്റ്റിൽ പ്രഷർ ഇപ്പോഴും ലോ ടു മോഡറേറ്റ് റീജിയനിലാണ്. അപ്പോൾ വോള്യത്തിന്റെ വാല്യൂ ആക്ച്വലി വെരി ഹൈ ആണ്. NBനെ നമുക്ക് ഇല്ലാതാക്കാം. NB സ്റ്റിൽ ലെസർ ദാൻ, വെരി വെരി ലെസർ ദാൻ വോള്യൂം. പക്ഷെ നമുക്ക് ഇവനെ കളയാൻ പറ്റില്ല. കാര്യം എന്താ my dear students? ഇവനെ നമുക്ക് എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് സയന്റിസ്റ്റ് നോക്കുമ്പോൾ NB is very very lesser than volume. പക്ഷെ ഇവൻ അങ്ങനെ അങ്ങോട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് തട്ടിക്കളയാൻ പറ്റില്ല. When scientists did experiments on different gases, scientists was like, ഇവനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും എല്ലാ കേസിലും, പക്ഷെ ഇവനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല my dear students. Got it my dear students? Yes or no? അപ്പൊ അവനെ അങ്ങനെ തന്നെ വെക്കണം. അപ്പൊ നിങ്ങൾക്ക് സാർ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നില്ല? അതൊരു എക്സ്പെരിമെന്റൽ ഡേറ്റ ആണ് my dear students. ഒരു അപ്രോക്സിമേഷനൊക്കെ ഒരു പരിധി ഇല്ലേ? അപ്പൊ നമ്മൾ പറയാറില്ലേ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേ എന്ന്. അതായത് ഇങ്ങനെ ഒരു അപ്രോക്സിമേഷൻ ചെയ്തു, പക്ഷെ ഇവിടെ അവർക്ക് it is not right to do that approximation over here. Okay, അപ്പൊ അവനെ അങ്ങനെ തന്നെ വെച്ചു. P plus an square by v square into v minus nb equal to nrt. nb നെ തട്ടിക്കളഞ്ഞു, nb നെ കുറച്ച് അടിച്ചു. അപ്പൊ എത്രയാ? p into v is pv. n square a by v square into v എത്രയാണ്? v square cancel ആവും, n square a by v equal to nrt. ഇനി LHS ഉം RHS ഉം nrt വെച്ച് ഡിവൈഡ് ചെയ്യുക. this divided by nrt, this divided by nrt, this divided by nrt. എല്ലാം nrt വെച്ച് ഡിവൈഡ് ചെയ്യുക my dear students. LHS and RHS divide by nrt. Yes or no? അപ്പൊ PV by nrt plus n square a by v by nrt. n square എല്ലാരും നോക്കുക my dear students. n square a by v divided by nrt. അപ്പൊ എന്താണ്? n ഉം n square ഉം പോവും. We will get NA by VRT. NA by VRT is equal to nRT by nRT, RHS by nRT. nRT by nRT 1 ആണ് my dear students. Yes or no my dear champions? So we will get PV by nRT plus NA by VRT is equal to 1. PV by nRT എന്താണ്? Z ആണ് my dear students. This is nothing but Z.
This is nothing but Z, my dear students. So this Z, Na by VRT ne nammal apparatthekku champi. So we will get Z is equal to 1 minus Na by VRT. And my dear champions, my dear students, this symbolizes that Z is lesser than 1. കാര്യം ഈ ഒരു വാല്യൂ പോസിറ്റീവ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. Na by VRT is positive. So Z is equal to 1 minus Na by VRT എന്ന് പറയുമ്പോൾ Z is lesser than 1, my dear champions. പുരിയുതാ എപ്പടി? അപ്പൊ അതും കണക്റ്റഡ് ആയി. കണ്ട, എല്ലാം നല്ല നല്ല ഇതാണ് സയൻസിന്റെ ഗുണം. നമ്മൾ എന്ത് പഠിച്ചാലും അവിടെ നിന്ന് അവിടത്തേക്ക് കുറച്ച് കണക്ട് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിനെ പിടിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. അടുത്ത എന്താണ്? അറ്റ് വെരി ഹൈ പ്രഷർ. At very high pressure എന്താണ് സംഭവിക്കുന്നത്? At very high pressure, ഞാൻ ആ ഗ്രാഫ് ഒന്നും കൂടി വരയ്ക്കാം. ഈ ഗ്രാഫ് വരച്ച് ഞാൻ മടുത്തു ആക്ച്വലി. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു ഗ്രാഫ് ഞാൻ വീണ്ടും വരയ്ക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു ഗ്രാഫ് ഞാൻ വീണ്ടും വരയ്ക്കുന്നു. അവൻ ഇങ്ങനെ പോകുന്നു. വെരി ഹൈ പ്രഷർ എവിടെയാണ് വരുന്നത്? വെരി ഹൈ പ്രഷർ എവിടെയാണ് വരുന്നത്? വെരി ഹൈ പ്രഷർ വരുന്നത് സാറ് പറ സാറ്. Very high pressure region idana, alle? And we know that we need to prove Z is greater than 1 over here. Z is greater than 1 over here. That is a very high pressure region. Alle? Very high pressure. Pressure is very, very greater when compared to n square A by V square. Idana scientist kandathi approximation. Pressure is very, very greater when compared to n square A by V square. അപ്പൊ ഇവനെ അങ്ങോട്ട് തട്ടിക്കളയാ, അങ്ങോട്ട് തട്ടുക. അവനെ അങ്ങോട്ട് തട്ടിക്കളയാം, പക്ഷെ ഇവനെ തട്ടാൻ പറ്റില്ല. ഇവനെ തട്ടാൻ പറ്റില്ല. എന്തുകൊണ്ടാ? പ്രഷർ വലുതാവുമ്പോൾ വോളിയം ചെറുതാവുന്നു. വോളിയം ചെറുതാവുമ്പോൾ ഈ വാല്യൂ ചെറുതാവുന്നു. ഈ വാല്യൂ ചെറുതാണെങ്കിൽ അവനെ അങ്ങോട്ട് this value and this value cannot be approximated to volume. V minus NB cannot be approximated to V. V minus NB is equal or approximated to V only if V is very large. Volume വളരെ വലുതാണെങ്കിൽ ആ എക്സ്പ്രഷൻ വാലിഡ് ആവുള്ളൂ. ഇവിടെ വോളിയം അത്രയ്ക്ക് വലുതല്ല, കാര്യം പ്രഷർ അത്രയ്ക്ക് വലുതാണ്. പ്രഷർ അത്രയ്ക്ക് വലുതാവുമ്പോൾ വോളിയം ചെറുതാവുന്നു. വോളിയം ചെറുതാണെങ്കിൽ ദിസ് cannot be approximated to V. ഇവനെ തട്ടിക്കളയാൻ പറ്റും. ഇവനെ നമ്മൾ തട്ടിക്കളയുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവനെ തട്ടിക്കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈ ഡിയർ സ്റ്റുഡൻസ്, വിൽ ഗെറ്റ് പ്രഷർ ഇൻടു V minus NB is equal to nRT, അല്ലേ? is equal to nRT. പിന്നെ P into V minus P into NB. My dear students, PV minus NPB is equal to nRT, my dear champions. ഇനി എല്ലാം nRT വെച്ച് ഡിവൈഡ് ചെയ്യാം. ഒരു പണിയില്ലല്ലോ, എല്ലാം nRT വെച്ച് ഡിവൈഡ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ PV by nRT മൈനസ് NPB by nRT. എന്നും എന്നും ക്യാൻസൽ ആയി പോകും. NPB by nRT എന്നും ക്യാൻസൽ ആവും. PB by RT കിട്ടും is equal to 1. Yes or no? PV by nRT എന്താണ്? PV by nRT is Z. PV by nRT is Z. അപ്പോൾ Z is equal to ഇവനെടുത്ത അപ്പുറത്തേക്ക് ചാമ്പ്. Okay, Z is equal to 1 plus PB by RT, which means that Z is greater than 1, my dear students. കാര്യം എന്താ? Z is equal to 1 plus PB by RT ആണ്. നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്? 1 minus Na by VRT. 1 minus Na by VRT. ഇവിടെ 1 plus PB by RT. That means Z is greater than 1. ക്ലാപ്പ് അടിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ലിങ്ക് ഓഫ് ദ ലിങ്ക്. നമ്മൾ വാണ്ടർ വാൾസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടറിൽ കണ്ട ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബ്യൂട്ടിഫുൾ, റൈറ്റ്? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? അപ്പോ അങ്ങനെയാണ് പാലാരിവട്ടം പാലം ഉണ്ടായത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാർ ഇതൊക്കെ ഓക്കെ, സാർ ഈ പറഞ്ഞതൊക്കെ ശരി, സമ്മതിച്ചു, പക്ഷെ സാറ് രണ്ട് കുരുത്തം കെട്ടവന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, ഹൈഡ്രജനും ഹീലിയവും. ഈ ഹൈഡ്രജനും ഹീലിയവും അവരുടെ ഗ്രാഫ് ഇങ്ങനെയല്ലല്ലോ പോണത്. ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ഗ്രാഫ് ഇങ്ങനെയല്ലല്ലോ സാറേ പോകുന്നത്. ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ഗ്രാഫ് എങ്ങനെയാണ്? തുടക്കത്തിൽ തന്നെ അവന്മാര് പ്രശ്നക്കാരാണ്. തുടക്കത്തിൽ തന്നെ അവന്മാരുടെ Z വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതാണ് 1. തുടക്കത്തിൽ തന്നെ അവന്മാരുടെ Z വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്തുകൊണ്ടാണ് സാറേ അത്? എന്തുകൊണ്ടാണെന്ന് അറിയോ? ക്യൂരിയസ് കേസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്നൊക്കെ പറഞ്ഞ ഒരു പടം ഉണ്ട് ആക്ച്വലി. ഇറ്റ്സ് ആൻ ഓസ്കർ വിന്നിംഗ് മൂവി, ബ്രാഡ് പിറ്റിന്റെ. എനിവേ, ക്യൂരിയസ് കേസ് ഓഫ്
case of hydrogen and helium. Case of hydrogen and helium. This case is the okay. Hydrogen and helium, my dear students, hydrogen and helium are very small. Are very small. Hence, intermolecular force of attraction is very low. Is very low, my dear students. Is very low. Okay, intermolecular force of attraction. One minute. Ayyo, panitya. Adu maanju poya. Maanju poyo makkale nokkata. Now onnum koodi ezhudam. Case of hydrogen and helium. This case eduthu vaadikkan povana. Ellarum nokka. Hydrogen and helium are very small molecule or atom. Basically hydrogen is a molecule and helium is an atom. So molecule or atom രണ്ടും കൂടി ചേർത്ത് എഴുതാം. Hence proved. Hence hydrogen and helium has very low intermolecular force of attraction. അപ്പോൾ നിങ്ങൾ പറയും സാർ അതെങ്ങനെയാ മോളിക്യൂൾ ചെറുതാണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചെറുതായിരിക്കോ? യെസ്. അതായത് നമ്മൾ ഒരു പാർട്ടിക്കിളിന്റെ സൈസ് വലുതാണെങ്കിൽ ഈ പറഞ്ഞ വാണ്ടർ വാൾസ് അട്രാക്ഷൻസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. മൈ ഡിയർ സ്റ്റുഡൻസ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. Intermolecular force of attraction is directly proportional to molecular mass. Or else I can also say that it is directly proportional to size. Size കൂടുന്നതോറും അല്ലെങ്കിൽ molecular mass കൂടുന്നതോറും intermolecular force of attraction കൂടും. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ഇത് വളരെയധികം പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവന്മാർ രണ്ടുപേരും വളരെയധികം കുരുത്തം കെട്ടവന്മാരാണ്. അവന്മാർ വളരെ ചെറുതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ അവന്മാരുടെ intermolecular force of attractions വളരെ ചെറുതാണ്. That implies that A is very low. That means A is very low, my dear students. A value വളരെ ചെറുതാണ്. A value വളരെ ചെറുതാണെങ്കിൽ my dear students, ഇതെല്ലാം what does it lead to, my dear students? We can say that ഈ P plus AN square by V square ഇന്ന് ഈ P plus AN square by V square ഇതാണല്ലോ Vander Waals equation into V minus NB is equal to nRT. ഇതിന്ന് ഇവനെ അങ്ങോട്ട് പറിച്ചു കളയാം. A വളരെ ചെറുതായതുകൊണ്ട്. So what do you get? You get P into V minus NB is equal to nRT. അപ്പോ PV minus നേരത്തെ ചെയ്ത ഡെറിവേഷൻ തന്നെ PV minus PNB is equal to nRT. ഇനി നമ്മൾ nRT വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. nRT വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ we'll get Z is equal to 1 plus PB by RT. 1 plus PB by RT, my dear students. അതായത് ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും കേസിൽ പ്രഷർ എന്ത് തന്നെ ആയാലും ഞാനിവിടെ കണ്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ഇന്ന പ്രഷറിലാണ്. Their molecular mass is always as in it's small. അല്ലേ? അപ്പൊ ഏത് പ്രഷർ എടുത്താലും ഈ കണ്ടീഷൻ വാലിഡ് ആണ്. എന്ത് Z is greater than 1 എന്നുള്ള കണ്ടീഷൻ, ഏത് പ്രഷർ എടുത്താലും Z is greater than 1 എന്നുള്ള കണ്ടീഷൻ വാലിഡ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് അതുകൊണ്ട് മാത്രമാണ് മൈ ഡിയർ സ്റ്റുഡൻസ്, അതുകൊണ്ട് മാത്രമാണ് മൈ ഡിയർ ചാമ്പ്യൻസ് നമ്മൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ ഇവന്മാരുടെ രണ്ടുപേരുടെയും Z is greater than 1 is starting from low pressure itself, from extremely low pressure itself. അവന്മാര് മേളിലാണ് Z equal to 1 ന്റെ മേളിലാണ് അവന്മാരുടെ ഗ്രാഫ് കിടക്കുന്നത്. Okay, my dear students, this is extremely important that you keep this in mind. Clear? Yes or no? ഇനി നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി നോക്കുക. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. സാധാരണ പിള്ളേര്
ചില മക്കൾ ചോദിക്കാറുണ്ട് എന്നോട്, സാറേ അതൊക്കെ ഓക്കെ സാറ് ഈ ഹൈഡ്രജന്റെ ഹീലിയം കാര്യം പറഞ്ഞു, ഫൈൻ, ഹൈഡ്രജൻ ഇസ് ലൈക്ക് ദിസ്, ഹീലിയം ഇസ് ലൈക്ക് ദിസ് സാറ് പറഞ്ഞു, ശരി സാറേ വിശ്വസിച്ചു, സാറല്ല പറയണത്, വിശ്വസിച്ചു. പക്ഷെ എന്തുകൊണ്ട് ഹൈഡ്രജന്റെ മേളിലും ഹീലിയത്തിന്റെ താഴത്തും കിടക്കുന്നു? എന്തുകൊണ്ട് ഹൈഡ്രജന്റെ മേളിലും ഹീലിയത്തിന്റെ താഴത്തും കിടക്കുന്നു? ദാറ്റ് മീൻസ് ദ സ്ലോപ്പ് ഓഫ് ഹൈഡ്രജൻ ഇസ് മോർ, സ്ലോപ്പ് ഓഫ് ഹീലിയം ഇസ് ലെസ്. അല്ലേ? അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതും പ്രൂവ് ചെയ്യാം, വളരെ രസകരമാണ്. അതും പ്രൂവ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം ഈ Z value of these guys, right from the starting, Z value of these guys is what? 1 plus PB by RT. 1 plus PB by RT, my dear students. If you compare this to y is equal to C plus mx, if you compare this to y is equal to C plus mx, y എന്താണ്? Z. C എന്താണ്? 1. M എന്താണ്? M is equal to B by RT. M is equal to B by RT, my dear students. കാര്യം x pressure ആണ്, x axis ലെ pressure ആണ്, my dear students. So M is equal to B by RT, my dear students. That means M is directly proportional to, slope is directly proportional to B. And understand that size of H2 is greater than that of helium. അപ്പൊ നിങ്ങൾ പറയും, സാർ എന്തുകൊണ്ടാണ്? കാര്യം H2 ഒരു മോളിക്യൂൾ ആണ്, H2 ന്റെ സൈസ് ഹീലിയത്തിലും വലുതാണ്. സൈസ് ഓഫ് H2 is greater than helium. That means B of H2 is greater than B of helium, my dear students. B of H2 is greater than B of helium, my dear students. B of H2 is greater than B of helium, my dear champions. അങ്ങനെ വരുമ്പോൾ so slope is greater. That means slope of H2 is greater than slope of helium, my dear students. അതുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ കിട്ടുന്നത്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ബുക്ക് പഠിച്ചാലല്ല, ബുക്കിലൊന്നും എഴുതണമെന്നില്ല, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈസി ആയിട്ട് വരാൻ പറ്റും. ഓക്കെ, സിമ്പിൾ. അവന്മാരൊന്നുമില്ല, സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ മാത്തമാറ്റിക്സ് കൊണ്ടിട്ടു നിങ്ങളെ കൊണ്ട് കുഴി ചടിക്കാൻ നോക്കി. പക്ഷെ സാറുണ്ട് പുറത്ത്, സാറ് നിങ്ങൾക്ക് കൈപിടിച്ചു വന്നു. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു കീപ് ഓൾ ദിസ് ഇൻ മൈൻഡ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഇനി ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരേ ഒരു കാര്യം പറയണം മൈ ഡിയർ സ്റ്റുഡൻസ്. എന്താണ് പറയേണ്ടത്? എന്തായിരിക്കും പറയാ? നോക്കാം. ഒരു മിനിറ്റ്. ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? compressibility factor versus compressibility factor, spelling correct അല്ലേ? compressibility factor versus Z അല്ല, temperature versus temperature. ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നോട്ട് എഴുതിയത്? അതായത് Z versus temperature. Z എങ്ങനെ ടെമ്പറേച്ചർ ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്. അതായത് Zഉം പ്രഷറും തമ്മിലുള്ള കളികൾ നമ്മൾ കണ്ടു. ഇനി Zഉം ടെമ്പറേച്ചറും വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗ്രാഫ് വരയ്ക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് നിങ്ങൾ വളരെയധികം സാധാരണ സ്റ്റുഡൻസ് ഇത് നോക്കാറേ ഇല്ല മൈ ഡിയർ സ്റ്റുഡൻസ്, ഹൗ ദ ഗ്രാഫ് ലുക്സ് ലൈക്ക്. But it's very important that you keep this in mind. Z versus temperature graph. എന്തിനാ? ഒരൊറ്റ ഒരു ഗ്യാസിന്റെ, ഇത് ഒരു ഗ്യാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. For one gas, this graph, my dear students, I'm going to plot it for one gas. മറ്റേടത്ത് നമ്മൾ പല പല ഗ്യാസിന്റെ ഒരു ടെമ്പറേച്ചറിലെ ഗ്രാഫാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഹൈഡ്രജന്റെ T ടെമ്പറേച്ചറിൽ ഹൈഡ്രജന്റെ, T ടെമ്പറേച്ചറിൽ ഹീലിയത്തിന്റെ, T ടെമ്പറേച്ചറിൽ നൈട്രജന്റെ, T ടെമ്പറേച്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കണ്ടത്. ഇനി നമ്മൾ ഒരു ഗ്യാസിന്റെ പല ടെമ്പറേച്ചറിൽ, ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരു ഗ്യാസിന്റെ പല ഇങ്ങനെയല്ല വരിക, ഒരു മിനിറ്റ്. ഒരു ഗ്യാസിന്റെ പല ടെമ്പറേച്ചറിൽ നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു ഗ്യാസിന്റെ പല ടെമ്പറേച്ചറിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതായത് Z is equal to 1 my dear champions. Z is equal to 1 my dear students.
Okay, ഇതാണ് z is equal to 1 point, my dear students. Okay, ഞാൻ ഇതിങ്ങനെ എടുത്തു, ഇതിങ്ങനെ പോയി. Let it be T1 temperature. Okay, let it be T1 temperature. വേറൊരു ഗ്രാഫ് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ പോയി. Let it be T2 temperature. Let it be T2 temperature. Okay, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു. Let it be T3 temperature. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വരിക. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ സെയിം ഗ്യാസിന്റെ അവർ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ T1, T2 and T3. What is the relationship between T1, T2 and T3? What is the relationship between T1, T2 and T3? T1, T2, T3 തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് മക്കളെ? T1, T2, T3 തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് മക്കളെ? മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്കറിയാം, ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു പ്രഷർ എടുക്കുക, ഈ ഒരു പ്രഷർ എടുക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക, ഈ ഒരു പ്രഷർ എടുക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു പ്രഷർ എടുക്കുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു പ്രഷർ എടുക്കുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, you can see that T1, അതായത് ഈ ഒരു ഏരിയയില് you know that, what do you know my dear students? ഈ ഒരു ഏരിയയിൽ z is lesser than 1 അല്ലേ? ഈ z1 value over here, this is basically z1 value. ഇവിടെ z1 ഇടാം, z1 അല്ല z3. ഇത് z3 ആണ്, ഇത് z2 ആണ്, ഇത് z1 ആണ് അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? നമുക്കറിയാം ഈ z-ന്റെ വാല്യൂ T1, T2, T3, z-ന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് T1ൽ നിന്ന് T3യിലേക്ക് പോകുമ്പോൾ, T1ൽ നിന്ന് T3യിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം z-ന്റെ വാല്യൂ കൂടുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. z-ന്റെ വാല്യൂ കൂടുന്നു. z3 greater than z2 greater than z1 അല്ലെ? T1ൽ നിന്ന് T3യിലേക്ക് പോകുമ്പോൾ z-ന്റെ വാല്യൂ കൂടുന്നു. നമുക്കറിയാം ഒരു ഗ്യാസ് എടുത്ത് അതിന് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ, don't you think that the intermolecular force of attraction will be acting strongly? അതായത് ഒരു ഹൈ ടെമ്പറേച്ചറിൽ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു ക്ലാസ് റൂം എടുക്കുകയാണ്, നല്ല കുസൃതി പിള്ളേരാണ് ക്ലാസ് റൂമിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്രയൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ മരം ഓടി കിടക്കും അല്ലെ? നേരെ മറിച്ച് കുറച്ച് ഒരു ടീച്ചർ വന്നു എന്ന് വിചാരിക്കുക, ഒരു ടീച്ചർ വന്നു, ആ മര കുറുമ്പൊന്ന് കുറയും, ടീച്ചറിന്റെ കയ്യിലാവും അവരുടെ കൺട്രോള്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ വളരെയധികം ഹൈ ആണെങ്കിൽ ഈ മോളിക്യൂൾസിന്റെ എനർജി വളരെയധികം സ്പീഡിലായിരിക്കും. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ തേർമൽ മോഷൻ എന്ന് പറയും, thermal energy എന്ന് പറയും. ഈ thermal energy വളരെ ഹൈ ആവുമ്പോൾ thermal energy, my dear students, opposes intermolecular forces. ഈ മോളിക്യൂൾസിന്റെ എനർജി വളരെ ഹൈ ആണ്. ടെമ്പറേച്ചർ ഹൈ ആവുമ്പോൾ മോളിക്യൂൾസിന്റെ എനർജി വളരെ ഹൈ ആണ്. ആ ഒരു സമയത്ത് അവരെ പിടിച്ചാൽ കിട്ടില്ല. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വളരെ വളരെ കുറവായിരിക്കും. Got it, my dear students? ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഈ തേർമൽ എനർജി കുറയും, ഇവന്മാരുടെ എനർജി ഒന്ന് കുറയും. ഇവന്മാരുടെ എനർജി ഒന്ന് കുറയുമ്പോൾ ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കുറച്ചും കൂടി ശക്തമാവും. ഓക്കെ, അല്ലെങ്കിൽ എന്താ, ഇവന്മാരുടെ എനർജി ഭയങ്കര കൂടുതലാണെങ്കിൽ എത്രയൊക്കെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടെങ്കിലും കാര്യമില്ല, അവന്മാരെ പിടിച്ചാൽ കിട്ടില്ല. Got it? Yes, thermal energy and intermolecular force of attractions are opposing each other. Okay, my dear students, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് കൂടുന്നു, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് കൂടുന്നു, അതായത് Z വാല്യൂ കുറയുന്നു. അപ്പൊ നമ്മൾ നോക്കുക, Z വാല്യൂ ഏറ്റവും കുറവ് T1 ആണ്. Z വാല്യൂ ഏറ്റവും കുറവ് T1 ആണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. അല്ല, T1 ടെമ്പറേച്ചറിലാണ് Z വാല്യൂ ഏറ്റവും കുറവ്, മൈ ഡിയർ സ്റ്റുഡന്റ്. ബട്ട് T1 ടെമ്പറേച്ചർ ഷുഡ് ബി ദ ലീസ്റ്റ്. Wow, correct. Then T2, then T3, my dear students. T3 greater than T2 greater than T1. T3 greater than T2 greater than T1. അത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് T3 greater than T2 greater than T1, correct.
ഇത് Z3 ആണ് മക്കളെ, Z3 ആണ്. എനിക്ക് തന്നെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് മനസ്സിലായല്ലോ, അതാണ് ഞാൻ നോക്കിപ്പോയത്. Z3 ആണ് ഇവിടെ, ഇത് Z2 ആണ് മൈ ഡിയർ സ്റ്റുഡന്റ്, Z1 ആണ്. T1 ടെമ്പറേച്ചറിൽ Z1 വാല്യൂ നോക്കുക, Z വാല്യൂ ഏറ്റവും കുറവാണ്. Z വാല്യൂ ഏറ്റവും കുറവാണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് അത്രയ്ക്ക് കൂടുതലാണ്. ഇന്റർമോളിക്കുലർ അത്രയ്ക്ക് കൂടുതലാണെങ്കിൽ തെർമൽ എനർജി അത്രയ്ക്ക് കുറവാണ്. തെർമൽ എനർജി അത്രയ്ക്ക് കുറവാണെങ്കിൽ ടെമ്പറേച്ചർ അത്രയ്ക്ക് കുറവാണ്. സോ T1 പിന്നെ T2 പിന്നെ T3 നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ബേസിക്കലി ടെമ്പറേച്ചർ കൂടുന്തോറും ദിസ് ഗ്യാസ് ഇസ് മൂവിങ് ടുവേർഡ്സ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. പിന്നെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പതിയെ 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 ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലേക്ക് ടച്ച് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ആക്ച്വലി the best condition for ideal gas behavior is high temperature and low pressure. Low pressure ന്റെ കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഹൈ ടെമ്പറേച്ചറിലും നമുക്കറിയാം ഈ ഗ്രാഫ് പതിയെ പതിയെ മേലോട്ട് പോയി 1ലേക്ക് മുട്ടാൻ പോവാണ്. യെസ് ആണോ? ടെമ്പറേച്ചർ കൂടുന്തോറും ഈ ഗ്രാഫ് ഇങ്ങനെ 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 പരന്ന് പരന്ന് 1ലേക്ക് മുട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മേളിലേക്ക് കൂട്ടോ. ഞാൻ പറയുന്നത്, സോ ദാറ്റ്സ് വാട്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദിസ് ഇസ് ഹൗ യു സോൾവ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഇസ് ഹൗ യു സോൾവ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആർ നോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്? സിമ്പിൾ ലോജിക് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. സോ ഈ ഗ്രാഫും നിങ്ങൾ മറക്കരുത്. T3 greater than T2 greater than T1. Okay, my dear students? Yes or no, my dear champions? Okay, ഇതൊരു ഒറ്റൊരു ഗ്യാസിന്റെ ഗ്രാഫാണ് at different temperatures. Got it? നമുക്കിനി പായസം ഉണ്ടാക്കാം. ഓക്കെ, ഇന്ന് കുറച്ച് പായസമേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. നമ്മളൊരു ക്വസ്റ്റ്യൻ, അതായത് എല്ലാ സെഷൻ കഴിഞ്ഞാലും എല്ലാ ചാപ്റ്റർ കഴിഞ്ഞാലും നമ്മൾ PYQs ഡിസ്കസ് ചെയ്യും. നല്ല പൊരി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യാൻ പോണത്. അത് ഒരിക്കലും മിസ്സാക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് ലോ പ്രഷർ ദ വാണ്ടർ വാൾസ് ഇക്വേഷൻ ബിക്കംസ് വിച്ച് among the following? At low pressure the Vander Waals equation becomes which among the following, my dear champions? Vm എന്ന് ഉദ്ദേശിക്കുന്നത് മോളാർ വോളിയം ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. Vm എന്ന് ഉദ്ദേശിക്കുന്നത് മോളാർ വോളിയം ആണ് കേട്ടോ. Vm is nothing but molar volume. Vm is nothing but molar volume. ഇതിൽ ഏതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? നിങ്ങൾ തന്നെ നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്. ഇതിൽ ഏതായിരിക്കും? മോളാർ വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് 1 മോൾ. ഗോട്ട് ഇറ്റ്? ഇതിൽ ഏതായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? അറ്റ് ലോ പ്രഷർ മൈ ഡിയർ സ്റ്റുഡൻസ്. ലോ ടു മോഡറേറ്റ് പ്രഷർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ബേസിക്കലി നമുക്ക് ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഏതാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റിയത്? ഇവനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. NB ആണ് ക്യാൻസൽ ചെയ്യേണ്ടത്. മറ്റേത് എക്സ്ട്രീംലി ലോ പ്രഷർ ആണ്. സോ P plus N square A by V square into V is equal to nRT. N-ന് 1 കൊടുക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. സോ PV plus A by V equal to RT. നമുക്ക് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ദിവൻ ആയിരിക്കും ധവൻ. നമുക്കറിയാം NBS lesser than V. അപ്പൊ അവനെ മാത്രം തട്ടിക്കളയാം. ഈ വാണ്ടർ വാൾസ് ഇക്വേഷനിന്ന് അവനെ മാത്രം അങ്ങോട്ട് എടുത്തു കളയാ. ഇവനെ മാത്രം അങ്ങോട്ട് എടുത്തു കളയാ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവനെ മാത്രം എടുത്തു കളയാ, ബാക്കിയുള്ളവനെ അവിടെ വെക്കുക. യെസ് ഓർ N വാല്യൂ is equal to 1. N is equal to 1. So P plus A by VM square into VM കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ് is equal to RT. N is equal to 1. So basically C will be the answer my dear champions. Got it? Next question. At low pressure Vander Waals equation is written as compressibility factor is equal to ഇതൊരു മാതിരി വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് കൂട്ടാന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെയും ബിരിയാണി അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിനെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിനെ കുറിച്ച്. എന്താണ് മക്കളെ മൈ ഡിയർ സ്റ്റുഡൻസ്? വാട്ട് ഇസ് ദി ആൻസർ ടു ദിസ് വൺ? കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണ്? കംപ്രസിബിലിറ്റി ഫാക്ടറിന് വേണ്ടി നമ്മൾ ബ്രാക്കറ്റ് തുറന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. A by V is equal to RT. ഇത് 1 മോളിന് വേണ്ടിയിട്ടാട്ടോ. N is equal to 1. ഇനി ഇത് ഡിവൈഡഡ് ബൈ NRT. ഇത് ഡിവൈഡ് ബൈ NRT എന്ന് പറയുമ്പോൾ PV by NRT is Z plus A by VRT.
VRT 1 mole. N is equal to 1 ആണ്. N is equal to 1 ആണ് my dear students, is equal to 1. So Z is equal to 1 minus A by VRT. 1 minus A by VRT my dear students. ദേ കട്ടക്കണ്. ഓക്കെ, വളരെയധികം ഈസി. ഇത് ഭയങ്കര തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നുണ്ട് കേട്ടോ മക്കളെ. നെക്സ്റ്റ് സെഷനും അതിന്റെ അടുത്ത സെഷനും നമ്മൾ കൂടുതൽ പ്രോബ്ലം സോൾവിംഗ് ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. നെക്സ്റ്റ്, the compressibility factor for a real gas at high pressure. എന്താണ് ഇത്? വളരെ സിമ്പിൾ ആയി പോയല്ലോ. The compressibility factor for a real gas at high pressure. The compressibility factor for a real gas at high pressure. ഇതിൽ ഏതായിരിക്കും my dear students? Compressibility factor for a real gas at high pressure. ഏതാണ് my dear students? At high pressure എന്താണ് പറ്റുന്നത്? At high pressure നമ്മൾക്കറിയാം, നമ്മൾ ഏത് വാല്യൂ ആണ്? an square by v square into v minus nb. ഇതില് ഇവനെയാണ് നമ്മൾ തട്ടുന്നത്. At high pressure ഇവനെയാണ് നമ്മൾ കളയുന്നത്. n is equal to 1 ഇടുക. n is equal to 1 ഇടുമ്പോൾ നമുക്ക് കിട്ടും v minus b is equal to rt my dear students. Yes or no? So we get, എല്ലാം കൂടി ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും z is equal to 1 plus pb by rt. 1 plus pb by rt. Got it my dear students? Z is greater than 1. അത് തന്നെ മനസ്സിൽ വെച്ചാൽ മതി. Okay, so basically B will be the answer my dear students. Okay, B will be the answer my dear champions. Okay my dear students, got it? Marakalle my dear students. Okay, so that brings us to the end of ഇന്നത്തെ സെഷൻ. ഗായ്സ്, കൂടുതൽ ചോദ്യങ്ങളായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സും വരും. പൂരപ്പറമ്പായിരിക്കും ചോദ്യങ്ങളുടെ. സോ പ്ലീസ് ഗെറ്റ് റെഡി മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇത് നമ്മൾ കുറെ ഡെറിവേഷൻ കുറെ തിയറിയും കണ്ടു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇവന്മാരെ വെച്ചിട്ട് നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, താഴെ കമന്റ് ചെയ്യുക. കൈ ഓർത്തിട്ട് കാര്യമില്ല, ഞാൻ കാണാൻ പോണില്ല. ഓക്കെ, so that's it my dear champions. Telegram channel join ചെയ്യാം my dear students. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ വരുന്നതായിരിക്കും. So please join the Telegram channel. It's extremely important. പുരീത എൻസല്ലമേ. അപ്പോ അതോടുകൂടി നമ്മുടെ കാര്യങ്ങൾ കലാശക്കൊട്ടായി ഇന്നത്തേക്ക്. അടുത്ത സെഷനും ഉണ്ട്, അതിന്റെ അടുത്ത സെഷനും ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. PYQs ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. So wait for that my dear champions. Till then, love you guys a lot. See you guys. Bye bye. Bye bye. Yalla Sulan.